ഹലോ ഗെയ്സ്, എല്ലാവർക്കും ഹാഷ് വോക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ കോൺടാക്റ്റിൽ ഇല്ലാത്ത പലരും നമ്മളെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായി നമ്മുടെ എല്ലാം വാട്സാപ്പിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴും അത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ ഇനി നമുക്ക് പരിചയമില്ലാത്ത മറ്റുള്ള ഒരാൾക്കും നമ്മുടെ അനുവാദമില്ലാതെ ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ ഇൻട്രോ പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേഷനുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. വലതുഭാഗത്ത് ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴെയുള്ള സെറ്റിംഗ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. രണ്ടാമത് കാണുന്ന പ്രൈവസി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴെ ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ ചോദിക്കുന്നത് നമ്മളെ ആരൊക്കെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാനാണ്. അപ്പോൾ ആദ്യം കാണുന്നത് എവരി വൺ എന്നുള്ള ഓപ്ഷൻ, നമ്മുടെ കോൺടാക്റ്റിലുള്ളവർക്കും അല്ലാത്തവർക്കും ആർക്ക് വേണമെങ്കിലും നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു ഓപ്ഷൻ എവരി വൺ എന്നുള്ള ഓപ്ഷൻ. രണ്ടാമത് കാണുന്ന മൈ കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ, നമ്മുടെ കോൺടാക്റ്റിലുള്ളവർക്ക് മാത്രമേ നമ്മൾ ആഡ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും താഴെ കാണുന്ന മൈ കോൺടാക്ട്സ് എക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ, നമ്മളെ കോൺടാക്റ്റിലുള്ളത് തന്നെ ചില ആളുകൾക്ക് അനുവാദം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ നമ്മുടെ കോൺടാക്റ്റ് കാണും. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് അനുവാദം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കോൺടാക്റ്റിന് നേരെ കാണുന്ന ആ ഒരു റൗണ്ട് ചിഹ്നത്തിൽ നിന്ന് അവിടെ നിന്ന് ടിക്ക് ചെയ്ത് അവിടെ താഴെ കാണുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ സേവ് ചെയ്താൽ മതി. പിന്നെ അവർക്ക് നമ്മളെ ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് മൈ കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കോൺടാക്റ്റിലുള്ളവർക്ക് മാത്രമേ നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ അനുവാദം ലഭിക്കുകയുള്ളൂ. മറ്റൊരാൾക്കും തന്നെ നമ്മളെ ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി ആരെങ്കിലും നമ്മളെ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ ഗ്രൂപ്പിലേക്ക് നമ്മൾ അനുവാദമില്ലാതെ ആഡ് ചെയ്യുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാവുന്നതാണ്.